ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലെ പല പ്രമുഖ ചാനലുകാരും വളരെ ആവേശത്തോടെ ഏറ്റെടുത്തൊരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക എന്നതല്ല, മറിച്ച് പുരുഷന്മാർക്ക് ഇന്ത്യയിൽ എന്താണ് വില എന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇര അല്ലെങ്കിൽ കുറ്റാരോപിത പെട്ടെന്നൊരു ദിവസം അതീവ സുന്ദരിയായി നിറച്ചിരിയോടെ കുറച്ച് മാധ്യമങ്ങൾക്കിടയിലേക്ക് വരികയാണ്. അവർ പറയുന്നു തന്നെ ഒരു യുവ നേതാവ് 2020 മുതൽ പീഡിപ്പിച്ചു വരുന്നുവെന്ന്. ശേഷം ചില ടെലഗ്രാം മെസ്സേജുകളും കോൾ സംഭാഷണങ്ങളും യുവതി തെളിവിനായി പുറത്തുവിടുന്നു. നിങ്ങൾ ഇതിനെതിരെ എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോട് പറഞ്ഞുവെന്ന് യുവതി പറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഷാഫി ആണോ കോടതി? ഇതുവരെയായിട്ടും ഇവർ പോലീസിൽ പോലും പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കുറേയൊക്കെ സാധാരണക്കാർക്കും മനസ്സിലാവുന്നുണ്ട്. ഗർഭം അലസിപ്പിക്കുവാൻ വരെ രാഹുൽ പറഞ്ഞുവത്രേ. എങ്കിൽ നിയമപ്രകാരം ഇത് തന്നെ മതിയല്ലോ അയാളെ അറസ്റ്റ് ചെയ്യുവാൻ. പിന്നീട് ഒരു ട്രാൻസ്ജെൻഡറുടെ പ്രവേശനമാണ്. അവരെ ബലാത്സംഗം ചെയ്യണമെന്നും വിളിക്കുമ്പോൾ വരണമെന്നും പറഞ്ഞുവെന്ന്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തം, ചില പകപോക്കലുകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. രണ്ടുപേർ കുറെ കാലം ലിവിങ് ടുഗദറായി കഴിയും. മടുത്തിട്ടോ മറ്റോ പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പീഡനം ആരോപിക്കും. അതിനു പുറമെ കേസും. 5-10 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രതിയായി കണ്ടയാൾ ഇപ്പോൾ നിരപരാധിയാണെന്ന് കോടതി പറയും. അപ്പോഴേക്കും ആ പുരുഷന്റെ ജീവിതം മുഴുവനും തകർന്നിട്ടുണ്ടാവും. അപ്പോഴും നാണക്കേടും കേസും മാറുകയുമില്ല. എന്നാൽ ഇന്നലെ ജനിച്ച കുഞ്ഞിനെ പീഡിപ്പിക്കുന്നവനെ അറസ്റ്റ് ചെയ്ത് നാളെ തന്നെ പുറത്തു വിടുകയും ചെയ്യും. തെറ്റ് ചെയ്തവൻ മാന്യൻ, തെറ്റ് ചെയ്യാത്തവൻ രാജ്യത്തെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി.